അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നടുവേദനയും അതിൻ്റെ കാരണവും അതിൻ്റെ ചികിത്സാ രീതികളെ പറ്റിയാണ്. നടുവേദനയുടെ കാരണങ്ങൾ പാരമ്പര്യമായി നട്ടെല്ലിനുണ്ടാകുന്ന ഘടനാവൈകല്യങ്ങൾ, ജീവിതശൈലികൾ, അമിതവണ്ണം, മദ്യപാനം, പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ, വാഹനയാത്ര, ഓരോ ജോലിയിലുമുള്ള ഇരിപ്പും നടപ്പും നിൽപ്പും തുടങ്ങി മാംസപേശികൾക്കും നട്ടെല്ലിലെ സന്ധികൾക്കുണ്ടാകുന്ന ക്ഷതം വഴിയുള്ള വിവിധ തരം രോഗങ്ങൾ എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നടുവേദനയുണ്ടാക്കാം. ചേരുവകളറിയാത്ത പരസ്യം കണ്ട് വാങ്ങി ഉപയോഗിക്കുന്ന ലൈംഗികോത്തേജന ഔഷധങ്ങൾ പോലുള്ള ഔഷധങ്ങളും നടുവേദനയ്ക്ക് കാരണമാകുന്നു. മലമൂത്ര വിസർജന സ്വഭാവങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ തുടങ്ങിയ സ്വാഭാവിക ത്വരകൾ അഥവാ വേഗങ്ങൾ ശരിയായി പാലിക്കപ്പെടാത്തതും മാനസിക അസ്വസ്ഥതകളും നടുവേദനയുണ്ടാക്കാം. പരിശോധിച്ചറിയാം. ആയുർവേദത്തിൽ രോഗനിർണയത്തിനായി 3 പരിശോധന മാർഗങ്ങളാണുള്ളത്. ദർശനം: നടുവേദനയുള്ള രോഗിയെയും രോഗഭാഗവും ശരിയായി നോക്കി പരിശോധിക്കുക. സൂക്ഷ്മദർശനത്തിനായി CT സ്കാൻ, MRI സ്കാന്, എക്സ്റേ പരിശോധനകളും അവലംബിക്കാം. വിവിധതരം രക്തപരിശോധനകളും നിർവഹിക്കണം. സ്പർശനം: വേദനയുള്ള ഭാഗം കൈകൊണ്ട് തൊട്ടുനോക്കി മനസ്സിലാക്കാം. പ്രശ്നം രോഗിയെക്കുറിച്ച് വിശദമായി ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് പ്രശ്നം. നടുവേദനക്കാരനാണോ നിങ്ങൾ? എന്നാൽ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു നടുവേദനക്കാരനാണ്. വേണ്ട ചികിത്സ ചെയ്യണം. 1. അരക്കെട്ടിന് വേദനയും പിടുത്തവും അനുഭവപ്പെടുക. 2. നിവർന്നു നിൽക്കാൻ പ്രയാസം. 3. വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കേചവും. 4. മലർന്ന് കിടന്നാൽ കാലുകൾ ഉയർത്തുമ്പോൾ നടുവേദനയും പിടുത്തവും, നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പ്രയാസം. 5. നട്ടെല്ലിൻ്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട്. തടയാൻ വേണ്ടത് എന്താണ്? 1. വ്യായാമം സ്ഥിരമാക്കുക. നിത്യേന രാവിലെ അരമണിക്കൂറെങ്കിലും വല്ല വായു സഞ്ചാരമുള്ള ഭാഗത്ത് നടക്കുകയോ നിൽക്കുകയോ കുളത്തിൽ നീന്തുകയോ ചെയ്യുന്നത് നല്ല വ്യായാമമാണ്. അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധയോടെ യോഗ ചെയ്യുക. പ്രഭാതത്തിലെയോ വൈകുന്നേരത്തെയോ സൂര്യപ്രകാശം ശരീരമാകെ തട്ടാനുള്ള സാഹചര്യമുണ്ടാക്കുക. അടുത്തത് വീഴ്ച, ഉളുക്ക് മുതലായവ വരാതെ സൂക്ഷിക്കുക. പൊക്കമുള്ള തലയണികൾ ഒഴിവാക്കുക. കഴിയുന്നതും മരക്കട്ടിലിൽ കിടക്കുക. സ്ഥിരമായി ഒരേ രീതിയിൽ ഇരിക്കാനും നിൽക്കാനും ശ്രദ്ധിക്കുക. ഇടയ്ക്ക് അല്പസമയം എഴുന്നേറ്റു നടക്കണം. തുടർച്ചയായി ഇരുന്നു ജോലികൾ ചെയ്യുമ്പോൾ നടുനിവർത്തിയിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വെച്ച് ഇരിക്കുക. നടുകുനിയാതെ നിവർന്നിരിക്കാത്ത വണ്ണം മേശയും കസേരയും തമ്മിലുള്ള അകലം ക്രമീകരിക്കുക. ഇരിക്കുമ്പോൾ അരഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ള ഉയർത്താൻ ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ടുകുത്തി നിന്ന് ഭാരമുയർത്തുന്നതും നട്ടെല്ലിൻ്റെ സമ്മർദ്ദം കുറയ്ക്കും. ശരീരത്തിൻ്റെ ഭാരം ഉയർത്തി അനുപാതമായി ക്രമപ്പെടുത്തണം. മലമൂത്ര വിസർജനങ്ങൾ യഥാസമയം നിർവഹിക്കണം. 6 മണിക്കൂറെങ്കിലും സുഖമായി ഉറങ്ങി വിശ്രമിക്കുക. 14 ദിവസവും ദേഹത്ത് എണ്ണ തേച്ച് കുളിക്കുന്നത് നടുവേദന ഒഴിവാക്കാൻ സഹായിക്കും. ആയുർവേദ ചികിത്സ രോഗകാരണം കണ്ടെത്തി അതില്ലാതാക്കലാണ്. അതുകൊണ്ട് തന്നെ രോഗത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കിയാലേ ചികിത്സിക്കുവാൻ കഴിയും. ഔഷധ പ്രയോഗങ്ങൾ കൊണ്ട് രോഗലക്ഷണങ്ങളെ ശമിപ്പിച്ചു സാവധാനം പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നടുവേദന വാതരോഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനാൽ പൊതുവെ വാതചികിത്സ തന്നെയാണ് വേണ്ടത്. ആയുർവേദത്തിലെ അസ്ഥി ചികിത്സ, വ്രണചികിത്സ, നാഡീ ചികിത്സ എന്നീ ഭാഗങ്ങളെ ബന്ധിപ്പിച്ചു യുക്തിപൂർവം ചികിത്സിക്കാനാകും.
ശമന ചികിത്സ ആദ്യഘട്ടം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ആഹാര നിയന്ത്രണം, ഔഷധങ്ങളുടെ അകത്തേക്കും പുറത്തേക്കുമുള്ള ഉപയോഗം. അടുത്തത് വ്യായാമം. വീട്ടിലെ ഔഷധങ്ങൾ. ഇനി അടുത്തത് വഴുതനങ്ങ ആവണക്കെണ്ണയിൽ വരട്ടി കറിയാക്കി ഉപയോഗിക്കുക. കുറുന്തോട്ടി ചുക്കു ചേർത്ത് ചതച്ചിട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന പാൽ കഷായം വേദനയും തരിപ്പുമില്ലാതാക്കും. വെളുത്തുള്ളി 6 ചൂള പാലിൽ പുഴുങ്ങി ഉരസി ചേർത്ത് കഴിച്ചാൽ നടുവേദനയ്ക്ക് ശമനവും വിശപ്പുമുണ്ടാക്കും. ജീരകമിട്ടു തിളച്ചാറിയ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഇനി കഷായങ്ങൾ. രാസ്നാദി കഷായം, ഗന്ധർവസ്ഥാദി കഷായം, വരണാദി കഷായം, ഗുൽഗുലു തിക്തകം കഷായം, സഹചരാദി കഷായം, നാഡീമുസ്താദി കഷായം കഴിക്കുന്നത് ഇതിന് നല്ലതാണ്. ഇനി ഗുളികകൾ. ധ്വനദ്വാരം ഗുളിക, ബൃഹദ്വാദ ചിന്താമണി, യോഗരാജ ഗുൽഗുലു രോഗചനാദി ഗുളിക ഇത് കഴിക്കുന്നതും നല്ലതാണ്. ഇനി അരിഷ്ടങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. ധ്വനന്താരരിഷ്ടം, ബാലാരിഷ്ടം, അമൃതാരിഷ്ടം ഇതിന് നല്ലതാണ്. ഇനി തൈലങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. കുഴമ്പുകൾ, പുറമേ പുരട്ടുക, മുറിവെണ്ണ, സഹചരാദി തൈലം, ധ്വനന്തരം തൈലം, കർപ്പൂരത്തൈലം, ഗന്ധതൈലം. അടുത്തത് തലയ്ക്ക് തേക്കുവാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ഷീരബല തൈലം, രസ്നാദാശ്മൂലാദി തൈലം, ധ്വനന്തരം തൈലം, ബലാതൈലം, അതുപോലെ കായ തിരുമേനി എണ്ണ. അകമേ സേവിക്കാനുള്ള തൈലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ഷീരബല 101, ധ്വനന്തരം 101, അത് പേരാണ്. ക്ഷീരബല 101, ധ്വനന്തരം 101, സഹചരാദി തുടങ്ങിയ ആവർത്തികൾ, ഗന്ധതൈലം, ഗന്ധർവ അസ്താദി ആവണക്കെണ്ണ. ഇനി അടുത്തത് ലേപനങ്ങൾ. ജഡമയാദി ചൂർണം, വേപ്പുകാടിയിൽ അരച്ചിടുന്നതും വലിയ മർമ്മഗുളിക മുറിവെണ്ണയിൽ ചേർത്തരച്ച് വേദനയുള്ള ഭാഗത്ത് പൂച്ചിടുന്നത് നല്ലതാണ്. നാഗരാദി ചൂർണം വെള്ളത്തിൽ ചാലിച്ചെടുക്കുക. പഞ്ചകർമ്മ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. നടുവേദനയിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആധുനിക ശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നത് ട്രാക്ഷൻ തുടങ്ങിയ ഫിസിയോതെറാപ്പിയോടൊപ്പം സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സ ചെയ്യാം. സ്നേഹനം, സ്വാദനം എന്ന 3 ഘട്ടമായാണ് പഞ്ചകർമ്മ ചികിത്സ ചെയ്തു വരുന്നത്. സ്നേഹന ചികിത്സ വിവിധതം നെയ്യ്, തൈലം എന്നിവ അകത്തേക്കും പുറത്തേക്കും ശാസ്ത്രീയമായി ഉപയോഗിച്ച് രോഗിക്ക് അതുപോലെ സ്നിഗ്ധത ഉണ്ടാക്കുന്നതാണ് ഈ ഘട്ടം. ഇനി സ്വേദന ചികിത്സ. സർവ്വസാധാരണമായി കണ്ടുവരുന്ന ആയുർവേദ ചികിത്സകളായി ഉഴിച്ചിൽ, പിഴിച്ചിൽ, വിവിധതരം കിഴികൾ എല്ലാം തന്നെ സ്വാദനത്തിൽ ഉൾപ്പെടുന്നു. പ്രത്യേക ചികിത്സകൾ. പിച്ചു. വേദനയുള്ള ഭാഗത്ത് ശിലകഷ്ണമോ പഞ്ഞിയോ ഉപയോഗിച്ചു ചെറുചൂടോടെ തൈലം നിർത്തുന്നതാണ് പിച്ചു. ഇനി ഗന്ധതൈലം, മുറിവെണ്ണ, ധ്വനന്തരം തൈലം തുടങ്ങിയ തൈലങ്ങളാണ് സാധാരണയായി പിച്ചുവിന് ഉപയോഗിക്കുന്നത്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ പിച്ചു വയ്ക്കാറുണ്ട്. ഇനി പുഷ്ടവസ്തി, കടിവസ്തി എന്നും പേരുണ്ട്. ഡിസ്ക് തകരാറ് മൂലമുള്ള നടുവേദനയ്ക്ക് പുഷ്ടിവസ്തി ഫലപ്രദമാണ്. നടുവേദനയുള്ള രോഗിയെ കമിഴ്ത്തിക്കിടത്തി വേദനയുള്ള ഭാഗത്ത് ഉഴുന്നുമാവ് ഉപയോഗിച്ച് ഒരു തടമുണ്ടാക്കിയെടുക്കുന്നു. ഉഴുന്നുമാവ് ഉണങ്ങിയ ശേഷം ഈ തടവിൽ ചെറു ചൂടോടെ തൈലം നിർത്തിവെക്കുന്നതാണ്. വൃഷ്ടവസ്തി 1 മണിക്കൂർ നേരം വരെ ചെയ്യാം. 200 രൂപ മുതൽ നിത്യേന ചിലവ് വരും. നവരക്കിഴി. നട്ടെല്ലിനോടനുബന്ധിച്ച് മാംസപേശികളുടെ വികസനത്തിന് ഇത്രയും ഫലപ്രദമായ മറ്റൊരു ചികിത്സ ഇല്ലെന്ന് തന്നെ പറയാം.
കുറുന്തോട്ടി കഷായവും പാലും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതത്തിൽ നവരയരി വേവിച്ച് ഓറഞ്ച് വലിപ്പത്തിൽ കിഴി കെട്ടി തൈലം പുരട്ടിയ ശേഷം ദേഹത്ത് കിഴി ചൂടാക്കി കുത്തുന്ന രീതിയാണ് നവരക്കിഴി. ഇനി കിഴക്ക് മുമ്പും ശേഷവും തൈലം പുരട്ടി തടവാറുണ്ട്. വീട്ടിൽ ചെയ്യാം. പച്ചക്കിഴി. പത്രപ്പോടല ശോധനം. നടുവേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചെലവും കുറഞ്ഞതുമായ കിഴിയാണിത്. പത്രപ്പൊട ശോധനം അഥവാ പച്ചക്കിഴി. മുരിങ്ങയില, വാദം കൊല്ലിയില, ആവണക്കില, പുളിയില, എരിക്കിനില, മുഞ്ഞിയില, മുരിക്കിനില തുടങ്ങിയ വാതശമനികളായ ഇലകൾ ചെറുതായി അരിഞ്ഞതും 1 മുറി നാളികേരം ചിരകിയതും 4 ചെറുനാരങ്ങ ചെറുതായി അരിഞ്ഞെടുത്തതും ചേർത്ത് ആവണക്കെണ്ണയിൽ ചുവക്ക വറുത്തെടുത്ത് ഓറഞ്ച് വലിപ്പത്തിൽ കിഴി കെട്ടി ഉപയോഗിക്കുന്നതാണ് പച്ചക്കിഴി തൈലം. ഈ തൈലം പുരട്ടി തടവിയ ശേഷം ദേഹത്ത് 1 മണിക്കൂർ നേരം പാകത്തിന് ചൂടോടെ കിഴി കുത്തുന്ന ചികിത്സാരീതി ആർക്കും വീട്ടിൽ തന്നെ പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. വളരെ ചെലവ് കുറഞ്ഞതുമാണ്. അപ്പോൾ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നവർക്ക് ഞാൻ ഇവിടെ നിർത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അവരുടെ രോഗങ്ങൾ ശിഫയാക്കി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.